സുധിയുടെ പേരാണ് ഇടുന്നത്. സാറിന് ഒരു പേരുണ്ടല്ലോ സ്വിഫ്റ്റ്. ഇനി അതിനകത്ത് സൂചിച്ചേണ്ട പേരെന്തിനാ ഇടുന്നത്? ആവശ്യമുണ്ടോ? സ്വിഫ്റ്റ് എന്നൊരു പേരില്ല. അതിനകത്ത് ഇനി സൂചിച്ചേണ്ട പേരെന്തിനാ കാറിനിടുന്നത്? സൂചിച്ചേണ്ട പേരുണ്ട്. അത് ഇനിയിപ്പോ കാറിനിടാനുള്ളതല്ല സൂചിച്ചേണ്ട പേര്. മനസ്സിലായോ? അങ്ങനെ അവസാനം രേണു സുധി ഒരു കാർ എടുത്തു. ആ കാർ എടുത്തപ്പോഴത്തേക്കും പിന്നെ ചോദ്യങ്ങളുടെ ഒരു പെരുമഴയായി. അതായത് കാറിന് നമ്മുടെ സുധിച്ചേട്ടന്റെ പേരിടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ എണ്ണ അങ്ങ് പിറകെ ചെല്ലുക. രേണു സുധി തിരിച്ചു പറഞ്ഞ ഉത്തരവാണ് നമ്മൾ കേട്ടതെന്ന് പറയുന്നത്. കാറിന് എന്തിനാ സുധിച്ചേട്ടന്റെ പേര്? സുധിച്ചേട്ടന്റെ പേര് സുധിച്ചേട്ടന്, കാറിനൊരു പേരുണ്ടല്ലോ, ആ പേര് മതിയല്ലോ, പിന്നെ എന്തിനാണ് അതിന് മറ്റൊരു പേരിടുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പറച്ചിൽ. ആ പറഞ്ഞത് ബോധിച്ചവരും ഉണ്ട്, ബോധിക്കാത്തവരും ഉണ്ട്. കാരണം സുധി എന്നുള്ള പേരിലാണല്ലോ രേണു നിലനിൽക്കുന്നത്. കാരണം സുധി ഇല്ലെങ്കിൽ രേണു ഇല്ല, സുധിയുടെ പേരില്ലെങ്കിൽ രേണു ഇല്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം സുധിയുടെ പേരുള്ളത് കൊണ്ട് തന്നെയാണ് രേണുവിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ച ചോദ്യം അതായിരിക്കാം, ഈ പറയുന്ന തരത്തിൽ പേരിടുമോ എന്നുള്ളത്. പക്ഷേ കാറിനൊക്കെ പേരിന്റെ ആവശ്യമുണ്ടോ? അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, പേരിടുന്നതും പേരിടാതിരിക്കുന്നതും ഒക്കെ തന്നെ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേരൊക്കെ ചിലപ്പോൾ ചില കാറുകളിലൊക്കെ ഇടുന്നത് കാണാം, സ്വാഭാവികം. ചിലപ്പോൾ രേണുസുധിക്ക് താല്പര്യം കാണത്തില്ല ആ പേരിടാനായിട്ട്, അതുകൊണ്ട് രേണുസുധി ഞാൻ ഇടുന്നില്ല, ആ ഒരു തരത്തിൽ ഓൾറെഡി ഒരു പേരുണ്ടല്ലോ അത് മതി, ഇനിയിപ്പോ സൂചിച്ചേട്ടന്റെ പേര് അതിന്റെ അകത്ത് കുത്തിക്കയറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് കാണാം. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. കാരണം അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച കാറ്, അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യം, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ. ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കുറേയധികം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. രേണുസുധിയെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടും അതോടൊപ്പം തന്നെ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തു. പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. വായിക്കൊള്ളാത്ത രീതിയിൽ പറയണോ അതിനകത്ത് എഴുതി വിട്ടിട്ടുണ്ട്. അവരവരുടെ പാട്ടിനിടെ അവരെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്തൊക്കെ ജീവിച്ച് പോട്ടെ, ആരെയും ശല്യം ചെയ്യാനോ ഒന്നിനും വരുന്നില്ലല്ലോ. ഇവര് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയപ്പോഴത്തേക്കും ശരിക്കും നമ്മൾ കണ്ടൊരു കാഴ്ച തന്നെയാണ്. അതിനുള്ളിൽ എന്തായിരുന്നു രേണുസുധി എന്നുള്ളത്. രേണുസുധിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത് പോയിട്ട്. അതുകൊണ്ട് തന്നെയും അവർ സ്വയം അത് തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങി വന്ന ഒരു വ്യക്തിയാണ്. അവർ ആരെയും ശല്യം ചെയ്തില്ല. എനിക്ക് അവിടെ നിന്നിരുന്നെങ്കിൽ തുടർന്ന് പോയാലേ ഒരുപക്ഷെ ചിലപ്പോൾ 10-80 ദിവസത്തിൽ കൂടുതൽ വരെ നിൽക്കാനായിട്ടുള്ള വോട്ട് അവർ വെറുതെ നിന്നാലും ചിലപ്പോൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. പക്ഷെ അവരൊരു ബി മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന രീതിയിൽ അഭിനയിച്ച് കാണിച്ചൊന്നും നിൽക്കാനായിട്ട് താല്പര്യം അതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെയും ആയിരിക്കും പുറത്തേക്ക് ചാടിയത്. പുറത്ത് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, എതിർക്കുന്നവരും ഉണ്ട്. രണ്ടു കൂട്ടരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവരാരും തലയിൽ കയറാനായിട്ട് വരുന്നില്ല. പിന്നെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും വെറുപ്പിക്കലായിട്ട് തോന്നിയെന്ന് വരാം. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണ്ടേ? അപ്പോൾ പലതരത്തിൽ പലതും കാണിച്ചു കൂട്ടിയാലൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബി പോയത് കൊണ്ട് രേണുസുധിക്ക് കുറച്ചധികം ഗുണങ്ങൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം മുൻപുണ്ടായതിനെക്കാട്ടിലും കുറച്ചുകൂടിയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കാറും കൂടി രേണുസുധി സ്വന്തമാക്കിയിരിക്കും. അതിൽ രേണുസുധി ചെയ്ത ആ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കും, ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. അതായത് സുധിയുടെ മൂത്ത മകനെ കൂടെ നിർത്തിക്കൊണ്ട് ആ കാറിന്റെ ചാവി ആദ്യം സുധിയുടെ മകന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത്. അതിനി എന്തൊക്കെ തന്നെയാണ് പ്രഹസനം എന്നൊക്കെ തന്നെ പറഞ്ഞാലും നല്ല കാര്യം തന്നെയാണ് അതെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരെങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിക്കട്ടെ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കട്ടെ. കുറ്റം കണ്ടെത്താനാണെങ്കിൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ. പിന്നെ അവർ വെറുപ്പിക്കലായിട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് കുറ്റം പറയാം. അല്ലാതെ തൊട്ടാനും പിടിച്ചാലും എല്ലാത്തിനും അവരെങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ആരും പെർഫെക്റ്റ് അല്ല, ഓരോരുത്തരുടെ പോരായ്മകളുണ്ട്, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. പിന്നെ സുധിയുടെ പേര് കാറിനിടുന്നതും സുധിയെ ഇഷ്ടപ്പെടുന്നതും സുധിയെ ഓർത്ത് ജീവിക്കുന്നതും അതൊക്കെ അവരുടെ ഇഷ്ടം. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ.